അങ്ങനെ മണാലിയോട് ഗുഡ് ബൈ പറയുകയാണ്. ഇനി നേരെ മണികരൻ. അപ്പോൾ എന്തായാലും ഇനി മണികരനിൽ വെച്ച് കാണാം. അപ്പോൾ ഇവരെന്തായാലും ഇപ്പോൾ പോകണില്ല, അവർ വൈകുന്നേരം പോകണുള്ളൂ ഛത്തീസ്ഗഡിലേക്ക്. എവിടെ കടാ പോണേ? ഞങ്ങൾ ചണ്ഡീഗഡിലേക്ക് ഇവിടുന്ന് ബസ് കയറും. അപ്പോൾ ബൈ. അപ്പോൾ സേഫ് ജേണി. പിന്നെ കാണാം. മണാലിയിലെ അടിമ്പാട്ടമ്മളുടെ പരിസരമാണ് ഈ കാണുന്നത്. ഇനി ഇവിടുന്ന് പോയി മാൾ റോഡും കഴിഞ്ഞിട്ട് വേണം മെയിൻ റോഡിലൂടെ കുളു കഴിഞ്ഞിട്ട് മണിയാറിലേക്ക് പോകാൻ. ഹിമാചൽ പ്രദേശിലെ കുളുവിലേക്ക് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കുളുവിൽ നിന്ന് കസോൾ വഴിയാണ് മണികരനിലേക്ക് പോകുന്നത്. മണികരൻ എന്ന് പറയുന്നത് ഹിന്ദു മതവിശ്വാസികൾക്കും അതുപോലെ സിഖ് മതവിശ്വാസികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ ശിവൻ്റെ ഒരു ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു ഗുരുദ്വാരമുണ്ട്. ഇതാണ് കസോളിനടുത്തുള്ള മണികരൻ സാഹിബ് എന്നറിയപ്പെടുന്ന ഗുരുദ്വാരം. ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ചൂടുറവയുള്ള 2 കുളങ്ങളുണ്ട്. ആ കുളത്തിലെ വെള്ളം ഇപ്പോൾ നല്ല ചൂടായിരിക്കും.
ഞാനിപ്പോൾ നിൽക്കുന്നത് കസോളിനടുത്തുള്ള മണികർണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ഗുരുദ്വാരയുണ്ട്, കാണാം. ഇവിടെയാണ് ഞാൻ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത്. ഇന്നലെ രാത്രി ഇവിടെ ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്തു. കാരണം ഇവിടെ എല്ലാവർക്കും സൗജന്യമാണ്, ഭക്ഷണം സൗജന്യമാണ്, സ്റ്റേ സൗജന്യമാണ്, ടോയ്ലറ്റ്, ബാത്റൂം എല്ലാവിധ ഫെസിലിറ്റി ഉണ്ട്. ബാത്റൂം എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള വെള്ളമുള്ള ഒരു കുളം, 2 കുളങ്ങളുണ്ട് ഇവിടെ, ചൂടുള്ള വെള്ളമുള്ള. ആ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങി കുളിക്കാം. നല്ല ചൂടാണ് ഈ തണുപ്പത്ത്. ഇവിടെ തണുപ്പ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുണ്ട്. 10, 9, 8 ആയിട്ട് മാറി മറിഞ്ഞ് വരേണ്ട തണുപ്പ്. ആ ഡിഗ്രി തണുപ്പിൽ നമുക്ക് ആ കുളത്തിൽ സുഖമായിട്ട് കുളിക്കുക, യാതൊരുവിധ ബുദ്ധിമുട്ടുണ്ടാവില്ല. നല്ല ചൂടുള്ള വെള്ളമാണ്. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നമ്മൾ ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഹാളിൽ ഇങ്ങനെ കുറേ ബെഡും പുതപ്പും വിരിച്ചിട്ടുണ്ട്. അതിങ്ങനെ നീണ്ടു നിർത്തി കിടക്കാം. തണുപ്പൊന്നും എല്ലാം ബാധിക്കില്ല. നല്ല കട്ടുള്ള ബ്ലാങ്കറ്റാണ് ഇവർ തരാം. ഇവിടെ നമ്മുടെ ബാഗും സാധനങ്ങളും വെക്കാനും വേണ്ടി നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. ആ ലോക്കർ ഫെസിലിറ്റി ആയിട്ട് കൂട്ടും ചായയും വാങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു ബാഗും സാധനങ്ങളും വെക്കാം, കുഴപ്പമൊന്നുമില്ല. സ്പിറ്റി വാലിയിലേക്ക് പോകുന്ന വഴിയാണ് ലുഹരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടെ പോകാനുള്ളത്. ലുഹരി കൽപ്പ വഴി. അങ്ങനെ പോകുന്ന വഴി ഇവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി സൈഡാക്കിയാണ്. നമുക്കൊന്ന് കാണാം എങ്ങനെ ഇവിടെ വിവാഹ ചടങ്ങ് നടക്കും. बोलो भाई जी बोलो भैया शादी खुश दक्षिण क्या से जो दिया भाई जरा दे पूरी दग दे क्या होना संगो गो गाड़ी लोड़ी ये भर तो आपरा साहब था ये कितने हो जाएगा ये कौन बता दे अच्छा वेरी गुड हाय हाउ हेलो यू आर कमिंग फ्रॉम Kerala in which place Malappuram Calication communication which meeting यार अरे बड़ा हाथ चले बोले कि तू था मैं नहीं समझ ये बनी बात गाड़ी को बड़ा है जेड़ा जेड़ा अपना दान लाओ तो पाओ ऐड करो चल साहब है पूरी करने ना तो पूरी साहब है നല്ല കൊട്ടും കരവും ബോളൊക്കെ ആയിട്ട് നല്ല ആഹ്ലാദപരമായിട്ട് ഒരു വിവാഹ ചടങ്ങ്. ഇവരുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചിരുന്ന് വിവാഹം. ഇവിടെ നേരെ ഹാളിലേക്ക് പോയിട്ട് അവിടുന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിരിയും. എന്തായാലും ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. ഇതാണ് വരൻ്റെ അച്ഛൻ. അപ്പോൾ ഞാൻ ദ്രോമാന്ത്. അപ്പോൾ എന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ ക്ഷണിക്കാണ്, ഹാളിലേക്ക് ക്ഷണിക്കാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ പോകാൻ നിൽക്കാണ്. ഓക്കെ കമ്മ്യൂണിറ്റി ഓക്കെ. ഹാളിലല്ല, ചെറുക്കൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. ഇപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്.
കല്യാണ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. കാരണം 12:30ക്കാണ് ഞാനവിടെ എത്തിയത്. 12:30 തൊട്ടിട്ട് 1 മണി 1:15 വരെ ഞാനവിടെ വിവാഹ ചടങ്ങൊക്കെ കണ്ടിട്ട് അവിടെ നിന്നു. അങ്ങനെ കുറേ നേരം നിന്നിട്ട് അവിടെ ഭക്ഷണത്തിൻ്റെ പരിപാടി തുടങ്ങിയിട്ടില്ല. കാരണം ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. തോന്നുന്നത് 2 മണി 2:30 ആയിരിക്കും ഇനി ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ. അപ്പോൾ പിന്നെ അത്രയും സമയം വെയിറ്റ് ചെയ്ത് ഇന്ന് എത്തേണ്ട സ്ഥലത്തുനിന്ന് കുറേ വൈകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ നേരെ ബൈക്ക് എടുത്ത് വിട്ടു. അല്ലെങ്കിൽ ഇന്നത്തെ യാത്ര ഒരുപാട് ചുറ്റിക്കറങ്ങിയ യാത്രയാണ്. ഞാൻ ഈ മണിക്കരയിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങിയിട്ട് നേരെ മണാലി പിടിച്ചു. മണാലിയിൽ നിന്ന് റോത്തം പാസ് വഴി സ്പിറ്റി വാലി പോകാനായിരുന്നു പ്ലാന്. അങ്ങനെ മണാലിൽ എത്തിയപ്പോൾ ഞാൻ ഒന്ന് സംശയം തീർക്കാൻ വേണ്ടി ഒരാൾക്ക് വിളിച്ചു നോക്കി. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് റോത്തം പാസ് അടഞ്ഞു കിടക്കുകയാണ്, മഞ്ഞ് വീഴ്ചയുണ്ട്, അതുവഴി കയറ്റി വിടില്ല, പോകാൻ കഴിയില്ലെന്നാണ്. വീണ്ടും കറങ്ങി തിരിഞ്ഞ്, അതായത് മണാലിയിൽ നിന്ന് സ്പിറ്റി വാലി പോകാൻ ഒരു 205 കിലോമീറ്റർ പോയാൽ മതി. അതിന് പകരം ഇപ്പോൾ മണാലിയിൽ നിന്ന് 500 കിലോമീറ്റർ കറങ്ങി വേണം ഇന്ന് സ്പിറ്റി വാലി പോകാൻ. എന്തായാലും ഇന്ന് സ്പിറ്റി വാലി എത്താൻ കഴിയില്ല. ഇന്നൊരു 200-250 കിലോമീറ്റർ എത്താൻ കഴിയുള്ളൂ. അവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി യാത്ര നാളെ തുടങ്ങണം. അല്പം കറങ്ങിയിട്ടാണെങ്കിലും ഇതുവഴി വന്നുകൊണ്ട് നല്ല സുന്ദരമായ ഗ്രാമങ്ങൾ കാണാൻ കഴിയും. പ്രധാനമായിട്ട് ഈ വഴി പോണത് ലുഹരി, കൽപ്പ തുടങ്ങിയ പ്രദേശത്ത് കൂടിയാണ്. നല്ല ഗ്രാമങ്ങൾ, ഇടുങ്ങിയ റോഡുകൾ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് എന്തായാലും. ഇന്നത്തെ യാത്ര സ്പിറ്റി വാലിയിലേക്കുള്ള വഴിയിൽ 240 കിലോമീറ്ററുകൾ പിന്നിട്ട് രാംപൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി പുതിയ വിശേഷങ്ങൾ അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.